അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ നല്ല കിഡിലൊരു സ്പോട്ട് ഉണ്ട്. അവിടെ കയറി ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ മണ്ടയിൽ. വ്യാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് 70ാമത്തെ ലാസ്റ്റ്. നിന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ലല്ലോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പഠിച്ചേ. നല്ല ബീറൊക്കെ എടുത്ത് അടിച്ച് കിണ്ടി ആവാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കയറി പോണം നമ്മള്. ഇതുവഴി നമ്മൾ പോകുന്നത്. ഇനി ഒരു ടിക്കറ്റിന് 10 രൂപ. 10 രൂപയേ ഉള്ളൂ. നമ്മുടെ ബാഗും ലഗേജും എല്ലാം അവിടെ വെച്ചിട്ട് വന്നത്. ഓ വണ്ടി മോനെ കേറി പോകും തോറും ഹരം കൂടി വരുക. ഓ ഇതാണ് കറക്റ്റ് സ്പോട്ട് തോന്നുന്നു. ഇതാണ് കറക്റ്റ് സ്പോട്ട് തോന്നുന്നു. മതി ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോവാം. ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ട് പോവാം. എടാ എന്ത് രസം. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. കൊള്ളി ഹിൽസ് എന്നാൽ ഇതാണ്. കുറേ പേര് ഇവിടെ കുടിച്ചിട്ട് കുപ്പിയൊക്കെ ഇടുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ആരും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യില്ല. എന്തിനാണ് അവരുടെ ആവശ്യമില്ല. മൊത്തം കുറേ കുപ്പികളും ചപ്പും ചവറും പ്ലാസ്റ്റിക്കും. അതൊരു മൊത്തം കുപ്പിയും പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുക. നമ്മൾ ആസ്വദിക്കാൻ വന്നവരാണെങ്കിൽ ആസ്വദിക്കാം. നല്ലത് ചുമ്മാ വെള്ളം അടിച്ച് കാരണത്തൊക്കെ ഒന്ന് വെള്ളം അടി അത് ഇത് എന്തിനാണ് എന്ത് കൊടുക്കുക. ഒരു നല്ലൊരു സ്ഥലം നശിപ്പിക്കാനായിട്ട്. എൻ്റെ കപ്പിൾസൊക്കെ പോകുന്നുണ്ടോ? കപ്പിൾസ് അല്ല അപ്പം കപ്പിൾസാണ്. അവർ കല്യാണം കഴിഞ്ഞ കപ്പിൾസ്. വണ്ടിക്ക് ഇങ്ങനെ ഇറങ്ങി വരുക. എല്ലാം ടി എന്നാ. കേരള വണ്ടി ഒന്നും പോലും കണ്ടില്ല. അതാണ് ഒരു രസം. അങ്ങ് ദൂരെ എന്തൊക്കെയുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് ഇനി ഇതിൻ്റെ മണ്ടേ നമ്മൾ പോകേണ്ട. കാരണം ഇതിപ്പോൾ 31 കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം. 31 കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു വ്യൂ. അപ്പോൾ ഇനി 40 കൂടെ കയറാൻ നേരത്തെ എന്തുമായിരിക്കും. എൻ്റെ ദൈവമേ, വേറെ ലെവല് പൊളി സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഹായ് മക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോ ഒറ്റയ്ക്കിരിക്കുന്നേ? അത് തേടി കയറിയിട്ടുണ്ടോ? നല്ല കിടിലം പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ച് പോവാം. എല്ലായിടത്തും വ്യൂ ആ. എൻ്റെ അമ്മോ. പക്ഷെ റോഡ് നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ തിരിക്കാൻ നമുക്ക് വണ്ടി ഇങ്ങോട്ട് വെച്ചിട്ട് ആ വ്യൂ ഒന്ന് പോയി നോക്കാം. കാരണം ഇവിടെ വന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാ. അതാ ഇതെല്ലാം കാണാതെ പോയി കഴിഞ്ഞാൽ വിചാരിക്കല്ലേ. കേബിള് നിർത്തിയിട്ടിരുന്നു. ഓ എക്സ്പ്രസ്. അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാം. എക്സ്പ്രസ് ഉണ്ട്, നൈസായിരിക്കും. കിട്ടിയില്ല വ്യൂ. ആ മോനെ സീൻ. ഓ നെക്സ്റ്റ് ഹിമാലയൻ. ഹിമാലയ പോകണം. അങ്ങനെ ഏറ്റവും വലിയ ഡ്രീമുകളിൽ ഒന്നായ കൊള്ളി ഹിൽസ് നമ്മൾ സാധീകരിച്ച് എന്തു പറയുന്നത്, നമ്മളിങ്ങനെ നിറവേറ്റി ആഗ്രഹം. കിടിലം വ്യൂടാ, കിടിലം വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ ഏത് സ്ഥലമാണെന്നോ എന്തോ. ഇതൊക്കെ കിട്ടിയില്ല സ്ഥലം, കിട്ടില്ല വ്യൂ, രക്ഷയില്ല. മരങ്ങളൊക്കെ ചെറുതായിട്ട് ഒരു നമ്മുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ. മരങ്ങളൊക്കെ ഇത്ര ചെറുതാ. അണ്ട് ഈ ചെടിയൊക്കെ അവിടെ നിൽക്കുന്നതിനൊക്കെ ഉണ്ട്. അമ്മോ, ക്യാമറയൊക്കെ എടുത്തിട്ട് എക്സ്പ്രസ് ഒക്കെ എടുക്കുന്നുണ്ട്.
this, man. പോട്ടെ പോട്ടെ, വന്നോളാം പൊക്കോ. ആരാന്ന് പോലും അറിയില്ല. തിരിവെച്ച് അത് ഇടുക്കി, ഇത് കൊള്ളി ഹിൽസ്. വ്യത്യാസമുണ്ട് മോനെ. ഇത് മലയോട് മല, പെരിയ മല. ഇനി ഇതൊക്കെ കയറി പോണം നമ്മള്. ഇതുവഴി നമ്മള് പോകുന്നത് ഇനി. താങ്ക് ഗോഡ്. പൈസ ഇല്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മളിനി ജസ്റ്റ് വണ്ടരോട്ട് പോവാ. ഇനി ഒരു 10-35-40 മലയുണ്ട്. കാശ് പൊളിച്ചെടുക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വ്യൂ നോക്കാം. ഇതിനെക്കാട്ടി നല്ല വ്യൂ ആയിരിക്കും ഇനി അടുത്തത് വരുന്നത് മൊത്തം. എടാ ഇനി നമുക്കേ മെയിനായിട്ട് ഏറ്റവും മണ്ടേ പോവാം. നമ്മുടെ ചെറുക്കൻ ഇവിടെ ടേഡാണെന്നുണ്ടോ? ടേഡല്ല, ജില്ല് നീക്കി. അപ്പം നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇനിയുള്ളത്, കാരണം ഇത് 34ാമത്തെ ഹെയർ പിൻ വളവ് കഴിഞ്ഞ് ഇനിയുള്ളത് കാണുന്ന മൊത്തവും നല്ല കിട്ടിയില്ല വളവുകളായിരിക്കും. കിട്ടിയില്ല സ്പോട്ടുകളും കിട്ടിയില്ല ഗെയിമിങ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. എല്ലാവരും ഇവിടെ ഈ പോയിന്റിലാണ് എല്ലാവരും. വണ്ടി ഓക്കെ. എനിക്ക് ഷോർട്സിനുള്ളത് എന്തെങ്കിലുമൊക്കെ എടുക്കടാ. നമുക്ക് പയ്യെ പോവാം, അതാണ് നല്ലത്. എൻ്റെ മോനെ, ഓരോ എയർപിനോടും കയറി വരുമ്പോൾ വേറെ ലെവലായിട്ട് വരിക. ഈ വീഡിയോ എത്ര ലോങ് ആവുമെന്നും അറിയത്തില്ല ഗൈസ്. എന്നാലും കാണാൻ താല്പര്യമുള്ളവരിത് കണ്ടോളി. സത്യം പറയാലോ, ഓരോ ഇത് കയറി പോയി കഴിയുമ്പോഴും അതിൻ്റെ ഭംഗി കൂടി വരിക. ഇവിടെ ഇറക്കോ എല്ലാം പേ നോക്കുക. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമില്ല. അതുകൊണ്ടായിരിക്കും ഈ സമയത്തായിരുന്നു പണ്ട് വീട്ടിലുള്ള സമയത്ത് ഇടയ്ക്കേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പ് ഒരു പേൻ നോക്കലുണ്ട്. വിക്രോമിനായിരുന്നു എൻ്റെ ആശയം. വിക്രോമിനായിരുന്നു കൂടുതലും പേൻ നോക്കൽ. എൻ്റെ അനിയത്തിയുടെ അളിയന്മാരുടെ വേറെ ലെവൽ. തണുപ്പ് കയറി പോകുന്നൊരു ധാരാളം ചൂടടിക്കുന്നത്. ഇത് എന്തൊരു തണുപ്പടാക്കി കയറി പോകുന്നത്. എൻ്റെ രക്ഷയില്ല മോനെ. RPR ഒക്കെ പോകുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ ജീവിതത്തിൽ ഒരു സന്തോഷം, മറക്കാനാവാത്തൊരു ദിവസം. എത്രയുടെ ഡേറ്റ്? 14. ഹെയർപിൻ ബെല്ലുണ്ട്, സൂക്ഷിക്കുക. മുൻകരുതൽ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ വേണം നോക്കി കണ്ടും പോവാൻ. ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്. ഇവിടെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഫോട്ടോയ്ക്കുള്ള സ്ഥലം ഇല്ല, അത്രയ്ക്കില്ല. നമ്മൾ മിക്കവാറും അവിടെയൊക്കെ പോകേണ്ടി വരും കേട്ടോ. നോക്കിയേ ആ സ്ഥലത്തൊക്കെ നമുക്ക് പോവാം. നമുക്ക് ഇന്ന്
ഇന്ന് ഇവിടുന്ന് എന്തെങ്കിലും 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നുള്ളൂ. ഇരുട്ടുന്നതിന് മുമ്പ് ഇറങ്ങണം, അത്രയേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ലൈറ്റ് നല്ല കുറവാണ്. കുറച്ചൊരു ഏരിയയിൽ അതും ഭയങ്കരമായിട്ട് ലൈറ്റില്ല. ആ ഒരു മൈനസ് ഈ വണ്ടിക്കുണ്ട്, ഈ FZ V3ക്ക് ആ ഒരു കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് നൈറ്റ് അതിന് മുമ്പ് ഇറങ്ങണം. ഞാനൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓരോ വളവ് കഴിയുമ്പോഴും നല്ല വ്യൂസാണ്. ഇതിനൊക്കെ നല്ല വ്യൂസും അതിനങ്ങനെ തണുപ്പെല്ലാം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിത് എല്ലാ വളവും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നല്ല ലെങ്ത് ആവും. സോ നമ്മളിനി നേരെ മൺഡേ ചെന്നിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം. അതിനൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അതുവരെ നമ്മൾ എന്തായാലും ഇങ്ങനെ പോട്ട്. കാരണം ലെങ്ത് നല്ലോണം കൂടും. നിങ്ങളും ഭയങ്കര ലാഗടിച്ച് ചിലപ്പം വെറുത്തു പോകും. ഇനി നിങ്ങൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മൺഡേ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ഇടാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പം നമ്മൾ 70ാമത്തെ ഹെയർ പിൻ വളവിൻ്റെ ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് 70ാമത്തെ ലാസ്റ്റ്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ മണ്ട ഫുള്ള് ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കിട്ടിയിലും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം തണുപ്പ് തുടങ്ങിയതല്ല, ആൾറെഡി ഇതിന് മലയുടെ മണ്ടയിലോട്ട് ആൾറെഡി ആയിരിക്കണം. അപ്പോൾ ഇനി അതിനെ മണ്ട പോയി കഴിഞ്ഞാൽ ഇനി അവിടെ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നല്ല വളവുകളാണ്, സൂക്ഷിച്ച് കണ്ടും വരണം എല്ലാവരും എന്ന് പറയുമ്പം വരാൻ താല്പര്യമുള്ളവർ. കൊള്ളി 70ാമത്തെ വളവ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നേരെ തോർത്ത് ദിവസം നമ്മൾ കുളിക്കാൻ പോവാണ്. ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റിന് 10 രൂപ. 10 രൂപയേ ഉള്ളൂ. നമ്മുടെ ബാഗും ലഗേജും എല്ലാം അവിടെ വെച്ചിട്ട് വന്നത്. നേരെ പോയി നല്ല ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ അടിച്ച് കുടിച്ച് അതാണ് സ്ഥലം. ഏറ്റവും മോനെ കിട്ടിയ സ്ഥലമാണ്. പുള്ളിക്ക് നമ്മളിന്ന്. അപ്പോൾ ഇനി ചിലപ്പോൾ വീഡിയോ വേറെ ക്ലിപ്പൊക്കെ ഇടുന്നില്ല. കാരണം ഫോണിൽ ചാർജ് ഇല്ല. കണക്ക് തന്നെ എല്ലാവരും അവൻ്റെ ഫോണിലും ചാർജില്ല, എൻ്റെ ഫോണിലും ചാർജില്ല. അപ്പോൾ കുറച്ച് ശോകമാണ്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇനിയപ്പം എന്താ പറയുക, ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അടുത്ത ഇനി ഒരു ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ അവസാനം ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. വിക്കി പൊളിക്കില്ലേ? എങ്ങനെയുള്ള സ്ഥലം? അതാണ്. ശരി മകേ, ചേട്ടാ കുഴപ്പമില്ല, എങ്ങനെ വിളിച്ചാൽ പോരെ. അപ്പോൾ കുറച്ച് അവിടെ എല്ലാം ചെന്ന് കിടക്കാം. വാ. അപ്പോൾ നമ്മൾ ഇനി റെസ്റ്റാണ്. കാരണം കൊള്ളി ഹിൽസ് നമ്മൾ മൊത്തമായിട്ട് കണ്ട് തീർത്തിട്ടില്ല. ഇവിടെ 3 വാട്ടർഫാൾസ് ഉണ്ട് മൊത്തത്തിൽ. അതിനകത്ത് നമ്മൾ ഏറ്റവും ചെറുതിനകത്താണ് വന്നിട്ടുള്ളത്. വന്ന് കുളിച്ച് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. അത് നമ്മുടെ ഹിൽ ടോപ്പിൽ നിന്നല്ല വരുന്നത് വെള്ളം. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഹിൽ ടോപ്പിലാണ് ഇരിക്കുന്നത്. അതായത് ആ മരയുടെയൊക്കെ അതേ ലെവലിൽ. ഇനി ഇതിന് മേളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇല്ല, ഇതിന് മേളിലൊന്നുമില്ല. ഇതാണ് ഹിൽ ടോപ്പ്. അപ്പോൾ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാൻ സന്തോഷമുണ്ട്. കാരണം കുറേ പേരെ സപ്പോർട്ട് ഇനി എനിക്ക് ആവശ്യമാണ്. നമുക്കിത് കണക്ക് ഇനി ഇത് കഴിഞ്ഞൊരു വലിയ മലയുടെ മണ്ട പോകുന്നുണ്ടെങ്കിൽ അത് ഹിമാലയ ആയിരിക്കണം. ഏതാ സ്ഥലം കിട്ടിലാണ് കേട്ടോ, കിട്ടിലാണ്. ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ട ഒരു ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ കേരളത്തിലൊക്കെ ഉള്ളൊരു അഞ്ചലും പുനലൂരൊക്കെ ഒരു മറ്റേ സാരിയുടെ ഒക്കെ ബിസിനസ് എന്നൊരു കുറച്ച് ടീംസ് ഉണ്ട്. അവർ വന്ന ബൈക്കുകളാണ് ഈ ഇരിക്കുന്ന ബൈക്കുകളൊക്കെ. അവർ ടീമായിട്ട് വന്നതാണ്. അവരൊക്കെ നല്ല ബീറൊക്കെ എടുത്ത് അടിച്ച് കിണ്ടി ആവാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. കിട്ടിയില്ല സ്ഥലമാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക. നമ്മളിനി കുറച്ച് നേരം വണ്ടിയുടെ അവിടെ നമ്മൾ യോഗ മാറ്റും പിന്നെ നമ്മുടെ കയ്യിലേക്ക് അവിടെ കഴുകിട്ടേക്കുക, ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വണ്ടിയൊക്കെ വെച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ്. എന്നിട്ട് നമ്മളൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ
താഴോട്ട് പോയിട്ട് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഹാപ്പിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ആവശ്യമുണ്ട്. ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നല്ല എൻജോയ് ചെയ്തൊരു ട്രാവൽ പോകണമെന്ന്. ഇപ്പോൾ എന്തായാലും നടന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ കൊള്ളീൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം പ്ലേസിലൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ അവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ പേരൊക്കെ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കൂട്ടുകാരൊക്കെ ട്രിപ്പ് പോകുമ്പോൾ അവന്മാർ എന്നെ വിളിക്കാതെ പോകുമ്പോൾ ഞാൻ ചോദിക്കും എന്താ വിളിക്കാതെ, അപ്പം എന്താ വിളിക്കാത്തതെന്ന് നോക്കിയാൽ അവന്മാർ പറയാം നിന്നെ അതിന് വീട്ടിൽ നിന്ന് വിടത്തില്ലല്ലോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പഠിച്ചേ. ഞാൻ സത്യം പറഞ്ഞ ഒരു 10ാം ക്ലാസ് വരെയും 10ാം ക്ലാസ് +1 +2 വരെ അങ്ങനെ തോനെയും ട്രിപ്പൊന്നും പോയിട്ടൊന്നുമില്ല. കൂടുതൽ ഞാൻ ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ട്രിപ്പ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നിനക്ക് ചെറിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ ബസ്സിനകത്ത് ഇങ്ങനെ ഞാൻ അറ്റത്ത് വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അമ്മയ്ക്ക് മാസം ചെക്കപ്പിന് പോകണം. അപ്പോൾ തിരുവനന്തപുരത്തോട്ട് എന്തായാലും പോയിട്ടുള്ളൂ. അപ്പോൾ ഞാനായിരിക്കും കൂടെ പോകുന്നത്. അപ്പോഴൊക്കെ ഇങ്ങനെ എന്നും ട്രാവൽ ചെയ്യുമ്പോഴും പിന്നെ അമ്മയോടെ എല്ലാ മാസവും ചക്കുളത്ത് അമ്പലത്തിൽ പോകും. അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്താണ് ആ ഇഷ്ടം അന്ന് മനസ്സിൽ കയറി കൂടിയതാണ്. അന്നും ഇതെനിക്ക് ബൈക്ക് എടുത്ത് പോകണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പയ്യെ ബൈക്ക് ഓട്ടിച്ച് മെഡിക്കൽ ട്രിപ്പ് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് അതുപോലെ ഈ നമ്മുടെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ടും അങ്ങനെ അടുത്തടുത്തുള്ള സ്റ്റേറ്റല്ല ഡിസ്ട്രിക്റ്റിലോട്ടൊക്കെ പോകേണ്ടി വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബൈക്ക് ട്രാവൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം ഒരു എന്താ പറയുക, അങ്ങനെ ആഗ്രഹിച്ച് ഇപ്പം കുറേയൊക്കെ ട്രിപ്പ് പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ മുമ്പേ പോകുന്ന ട്രിപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ്, എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നല്ലവണ്ണമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല കിട്ടിലണക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും കുറേ ട്രാവൽ വ്ലോഗ് കുറേ വരും. നമ്മളിവിടുത്തെ കൊള്ളീൽസ് ഫുള്ളായിട്ട് വീഡിയോ നമ്മൾ ഇടുന്നില്ല. ഇവിടെ കുറേ സ്പോട്ടുകളുണ്ട്. നമ്മൾ ഇനിയും എന്തായാലും വേറൊരു ദിവസം വരും. കാരണം നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നമ്മുടെ ബഡ്ജറ്റ് അത്ര ഓക്കെ അല്ല. കാരണം നമുക്ക് അത്രയും പോയി ചുറ്റിക്കറങ്ങാനും കാണാനും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി കാണാനും സമയവും നമുക്ക് കുറവാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ കണ്ട വെള്ളച്ചാട്ടം വേറെ ലെവലാണ്. അതെന്ന് വെച്ചാൽ തോനെയൊന്നും വെള്ളമൊന്നുമില്ല, നമ്മൾ അത്രയ്ക്ക് വെള്ളമൊന്നുമില്ല. പക്ഷേ ഉള്ള വെള്ളം അത്രയും തണുപ്പും അത്രയും ഫോഴ്സിലും വന്ന് ദേഹത്ത് വീഴുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവൽ തന്നെ കേട്ടോ. അത് കുളിച്ച് അതിൻ്റെ തണുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ ദേഹത്തോടെ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, മറക്കരുത് ആരും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ. നമുക്ക് ബാലൻസ് നമ്മൾ പോകുന്ന വീഡിയോസൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് ഇടാം. അപ്പം എല്ലാവരും കാണുക. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ.